നമ്മൾ കേരളത്തിൽ നിന്ന് ബാച്ചിലേഴ്സ് മൈസൂരിൽ വരുമ്പോൾ ചെറിയ ചിലവിൽ താമസിക്കാൻ പറ്റിയ ഒരു ബാച്ചിലർ അക്കോമഡേഷനാണ് പുറകിൽ കാണുന്ന VRS ബെഡ് ഹാൾ ആൻഡ് ഡോർമിറ്ററി. ആ ഡോർമിറ്ററിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ 3 ദിവസമായി താമസിക്കുന്നു. നവംബർ 29 ഇന്നേക്ക് 3 ദിവസം 2024. 250 രൂപയാണ് ഒരു ബെഡിനുള്ള ചാർജ്. 2022 ഞാൻ വന്നപ്പോൾ ഇതേ സ്ഥലത്ത് 200 രൂപയെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ വന്ന സമയത്ത് എൻ്റെ ആധാർ കാർഡെല്ലാം സ്കാൻ ചെയ്ത് വെച്ചിട്ട് ഇത്തവണ വന്നപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ വെച്ച് ഉടനെ അവരത് ആധാർ ഡീറ്റെയിൽസ് അവരുടെ ഡാറ്റാബേസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളപ്പോൾ ഇത് അവരുടനെ ആളെ മനസ്സിലാക്കി. അന്ന് ഞാൻ ഒരൊറ്റ രാത്രിയെ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സേഫ് ആൻഡ് ഹൈജീനിക് ആണ്, കുറച്ച് സ്റ്റാൻഡേർഡുമാണ്. 250 രൂപ കൊടുത്താൽ 24 hours 24 മണിക്കൂർ നമുക്ക് താമസിക്കാം. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് രാത്രി 8 മണിയാണെങ്കിൽ പിറ്റേന്ന് രാത്രി 8 മണി വരെ നമുക്ക് നിൽക്കാം. രാവിലെ 8 മണിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ. പിന്നെ വീണ്ടും 250 രൂപ കൊടുക്കണം. ഞാനിപ്പോൾ 3 ദിവസമായി നിൽക്കുന്നു. 750 രൂപയെ ചാർജുള്ളൂ. ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, ആവശ്യത്തിന് ബാത്റൂമുകളുണ്ട്. പിന്നെ ഡബിൾ ഡെക്കർ ബെഡ് സിസ്റ്റമാണ്. അതിൽ താഴെ വേണമെങ്കിൽ താഴെ ഉണ്ടെങ്കിൽ താഴെ കിട്ടും, അല്ലെങ്കിൽ മേലെ കിട്ടും. 50ഓളം റൂം ബെഡുകളുണ്ട് 3 റൂംസിലായിട്ട്. ബാത്റൂം ഫെസിലിറ്റിയും ആവശ്യത്തിനുണ്ട്. രാവിലെ ചൂടുവെള്ളം കിട്ടും. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണി വരെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇവർ ഗേറ്റ് ക്ലോസ് ചെയ്യാറില്ല. എനിക്കൊന്ന് ഫുൾ നൈറ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഗേറ്റ് വേഗം ക്ലോസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇതിനടുത്തൊക്കെ ഇതേ റോഡിൽ കേശവ് ബൈ അയ്യങ്കാർ റോഡ് എന്നങ്ങനെ ഇത് പറയാം. സബർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള റോഡാണ്. വേറെയും 150-നും 100-നും ഒക്കെ ബെഡ് സൗകര്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ VRS ബെഡാണ്. കാരണം അവിടെയൊക്കെ രാത്രി നമ്മൾ 9 മണിക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് പോകാമെന്നുള്ള സിസ്റ്റമാണ്. രാവിലെ 8 മണിയാകുമ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോയിക്കോളണം. ഉറങ്ങിപ്പോകാനൊന്നും പറ്റില്ല, കുളിച്ച് സ്ഥലം കാലിയാക്കിക്കോളണം. ആ ഒരു സിസ്റ്റത്തിൽ 150-നും 100-നും ഒക്കെ ഇതേ റോഡിൽ തന്നെ വേറെയും ഡോർമിറ്ററീസ് ഉണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് രാത്രിയും പകലും വേണമെങ്കിൽ റിലാക്സ് ചെയ്യാവുന്നതാണ്. നല്ല ജെന്റിൽമാൻ അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ബ്ലൂടൂത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ലോക്കർ ഫെസിലിറ്റിയും ഉണ്ട്. അവിടെയുള്ള ഗസ്റ്റുകളെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധം ഞാൻ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ വരുമ്പോൾ അതിൽ നമ്പറും ഉണ്ടാവും. വിളിച്ചിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ബുക്കിംഗ് നടക്കുമായിരിക്കും. ദസറ സീസണിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഏതായാലും 50ഓളം കപ്പാസിറ്റി ഉള്ള ഒരു ഡോർമിറ്ററി ഹാളാണ്. ഡ്രിങ്ക്സ് അലൗഡല്ല, സ്മോക്കിംഗ് അലൗഡല്ല, ഔട്ട്സൈഡ് ഫുഡ് പോലും അലൗഡല്ല. അനങ്ങാണ്ട് സൈലൻ്റായിട്ട് കിടന്നുറങ്ങാവുന്നവരാണ് എല്ലാവരും. അത് യാതൊരു ചൊറയുമില്ല, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, കൂടുതൽ ശബ്ദം എടുക്കില്ല. ലേഡീസ് അലൗഡല്ല, ജെൻസ് ബാച്ചുലർ അക്കോമഡേഷനാണ്. അപ്പോൾ ഇതാണ് റോഡ്. നേരെ പുറകിൽ കാണുന്നത് സബർ ബസ് സ്റ്റേഷനാണ്, അതായത് ഇൻ്റർസ്റ്റേറ്റ് ബസ് സ്റ്റേഷൻ. നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഇൻ്റർസ്റ്റേറ്റ് സബർബൻ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ്. സബർബൻ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് മതിലിൽ തന്നെ ഒരു എക്സിറ്റ് ഉണ്ട്. അതിലെ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്താവുന്നതാണ്.